എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളികൾ വളരെ നെട്ടോട്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നെട്ടോട്ടം കഴിഞ്ഞു. അതെന്തിനായിരുന്നെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഒരുത്തൻ ഒരു രോഗിയായ അവിടുത്തെ പൗരനായ രോഗിയായ ഒരു കൊച്ചിനെ കൊന്നിട്ട് അവനെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ അവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് മലയാളികൾ നെട്ടോട്ടത്തിലായിരുന്നു. ഒരു സ്വർണ്ണ മുതലാളി ഉൾപ്പെടെ നെട്ടോട്ടത്തിലായിരുന്നു. അവരത് തുകയൊക്കെ സമാഹരിക്കുകയും ചെയ്തു. ഇനി അവനെ ഇറക്കിയില്ലാന്ന് തോന്നുന്നു. ഇറക്കും, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് യമനിൽ ഇതേപോലെ തന്നെ ഒരു പെണ്ണ് അവിടെയുള്ളൊരു യമൻ പൗരനെ കൊന്നിട്ട് ആ പുള്ളിക്കാരത്തിനെയും ഇറക്കിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്നുകൊണ്ട് ഭയങ്കര കഠിന ശ്രമത്തിലാണ് എന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊക്കെ ഈ രണ്ട് ന്യൂസുകളും വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് എന്താ പറയുക, ശരിക്കും നമ്മളോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്, അല്ലേ? കാരണം എന്താണ്, ഇവരൊക്കെ അർഹിക്കുന്നതാണോ? നീതി അർഹിക്കുന്നവരാണോ? അല്ല, അല്ലേ? കാരണം എന്താണ്, അവർ രണ്ട് കൂട്ടരും ഈ സൗദിയിലെയും അതുപോലെ തന്നെ യമനിലെയും ഈ രണ്ട് കാര്യം എടുത്താലും ഇവർ അറിയാതെ പറ്റിപ്പോയ അബദ്ധങ്ങളൊന്നുമല്ല. ഇവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതൊരു ചെറിയ കാര്യമല്ലോ ആണോ ചെയ്തതല്ല. രണ്ടുപേരും കൊലപാതകം നടത്തിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള രണ്ട് വ്യക്തികളുടെ അവകാശത്തെ അവർ നിഷേധിച്ചിരിക്കുകയാണ്. ഇനി പെണ്ണിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ മറ്റത് ഭയങ്കര എന്താ പറയുക, ആ ഒരു സൗദിയിലെ വിഷയമെന്ന് പറയുന്നത് ഒട്ടും നമ്മൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു കൊച്ചിനെയാണ്, ഒരു രോഗിയായ കൊച്ചിനെയാണ് ഒരുത്തൻ ആ കൊച്ചിനെയാണ് കൊന്നത്. ഇനി വന്നു കഴിയുമ്പോഴത്തേക്കും ആ പെണ്ണ് പറയുന്നു അതിന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്ത് റീസണും ആകട്ടെ ഒരാളെ കൊല്ലുവാനുള്ള അവകാശമൊന്നും ഒരു വ്യക്തിക്കുമില്ല, അല്ലേ? അപ്പോൾ ഈ കൊല്ലണമെങ്കിലൊക്കെ ഒരാളെ കൊല്ലണം എന്നുള്ള മനസ്സൊക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അത്രമാത്രം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ഇതൊക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും കുറേ ഇവിടുന്ന് കോടികൾ പിരിച്ചെടുത്ത് കൊടുത്തിട്ട് അവരെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരികയാണ്. ഈ പൈസ ഇവിടെയൊക്കെ അല്ലേ, എന്തോരം പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്, രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വല്ലവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അതിന് 100 പുണ്യം കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു രൂപ പോലും ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഇറക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കരുത്. കാരണം നമ്മൾക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷേ ക്രിമിനൽസിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ, നമ്മളുടെ ഒരു രൂപ പോലും നമ്മൾ കൊടുക്കരുത്. കാരണം അത് ദൈവസന്നിധിയിൽ ദൈവം നീതിയായിട്ട് കണക്കിടത്തില്ല. പകരം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവം ധനവും ബഹുമാനവും യഹോവയിൽ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കുക, നമ്മളുടെ കയ്യിൽ വരുന്ന പൈസയൊക്കെ നേരായ രൂപത്തിൽ വരുന്ന ഓരോ പൈസയും ദൈവം തരുന്ന അനുഗ്രഹമാണ്. അപ്പോൾ അത് ദൈവം തരാത്ത, ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് നമ്മളത് ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ അനുഗ്രഹം നിലനിൽക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ ഒരു രൂപ പോലും, നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിൽ നിന്നും ഒരു രൂപ പോലും എടുത്ത് ഇതുപോലെയുള്ള ക്രിമിനൽസിന് വേണ്ടി കൊടുക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 കൊറിന്ത്യൻസ് അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിനോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, അല്ലെ, ശേഖരണത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അതെന്തിനാണ് അവിടെ ധർമ്മശേഖരണത്തിന് വന്നത്? പൗലോസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തീത്തോസിന് വേണ്ടിയിട്ടോ വല്ലവർക്കും വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അത് പീഡ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്ന കൂട്ടായ്മ ആചരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഇവിടെ ശേഖരിച്ചത്. ഇനി അത് എങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അത് കൊടുക്കുവാനും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെയും കൊണ്ട് ആവുന്നത് പോലെ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുക. പ്രാപ്തി പോലെ കൊടുത്തു കഴിയുമ്പോൾ ദൈവം എന്താ ചെയ്യും? ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ നിർബന്ധിച്ച് കൊടുക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് കൊടുക്കുവാനുള്ള പ്രാപ്തി അനുസരിച്ച്, ഇനി 1 രൂപയെ കൊടുക്കുവാനുള്ളെങ്കിൽ അത്രയും കൊടുക്കുക, 5 രൂപയാണെങ്കിൽ കൊടുക്കുക, ഇനി കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണ്ട. അതാണ് പൗലോസ് അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പഠിപ്പീരുകളൊന്നും അങ്ങനെയല്ല. ഇന്നത്തെ പഠിപ്പീരുകൾ നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നീ മുഴത്തോടെ ഞങ്ങളുടെ പോക്കറ്റിലോട്ട് അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ്, ദൈവം അങ്ങനെ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രാപ്തി അനുസരിച്ച് നിങ്ങൾ കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രാപ്തി അനുസരിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ മേൽ എന്തുണ്ടാകും? ദൈവപ്രസാദം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ആർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അവർക്ക് കൂടുതൽ കിട്ടി അവർ ധനവാന്മാരാകുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ധനം കുറഞ്ഞു പോകുവാനോ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കും അവർക്കും എന്തുണ്ടാകണം? സമത്വം ഉണ്ടാകണം. അവർ തീരെ കഷ്ടപ്പെടുന്നവരും നിങ്ങൾ എന്താ പറയുക, നല്ല സമൃദ്ധിയിലിരിക്കുന്നവരും ആകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കുറച്ച് നിങ്ങൾ ഇപ്പുറത്തോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്കും നിങ്ങൾക്കും ഒക്കെ ഒരു സമത്വം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് അവരുടെ അടുത്തുനിന്ന് പണം പിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ധർമ്മശേഖരണത്തിന് വേണ്ടി പൗലോസ് തുനിഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
അതുപോലെ തന്നെ 2 കൊറിന്ത്യൻസ് 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അല്ലേ? അതിന് മുൻപിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ നിർബന്ധത്താൽ കൊടുക്കരുത്, നിങ്ങൾ എന്താണ് ദുഃഖത്തോടെ ഒന്നും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. ഒരു മനുഷ്യന് സന്തോഷത്തോടെ കൊടുക്കുവാൻ കഴിയുന്നത് എപ്പോഴാണ്? അവൻ്റെ കരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലേ? കാരണം നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമ്മൾക്ക് വേറൊരാളെ സന്തോഷത്തോടെ സഹായിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല. അപ്പോൾ അത് വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ആ ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷം നമ്മൾക്ക് എവിടുന്ന് വരണമെന്നുള്ളതും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ജാഗരൂകരായിരിക്കുക. അത് ആർക്കാണെങ്കിലും നമ്മൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ കുറേ സമൃദ്ധിയിൽ ജീവിക്കുന്ന ദേവദാസന്മാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ നമ്മൾ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ആ ജോലി ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇന്ന് വലിയ കോടീശ്വരന്മാരാകേണ്ടതല്ലേ? ഇവർ പഠിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ എല്ലാവരും അല്ല, കുറച്ച് പേര് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാത്ത കുറച്ച് പേര് പറയും ഇങ്ങോട്ടെടുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ വിചാരിക്കും, ഞാനൊക്കെ ഇപ്പോൾ കോടിപതി ആകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ കൊണ്ട് ഉള്ളതുപോലെയൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാസ്റ്റർമാർക്ക് കൊടുത്തിട്ടുണ്ട്. മേടിക്കുമെന്ന് ഉറപ്പുള്ള പാസ്റ്റർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ചിലരൊന്നും മേടിക്കത്തില്ലെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചവരുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ മേടിക്കുമെന്ന് പിന്നീട് അറിഞ്ഞു. പിന്നെ എനിക്ക് ഒട്ട് കൊടുക്കാനും പറ്റിയില്ല. അങ്ങനെയുള്ളവരുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളെന്താണ് ചുമ്മാ അവരും പറയുന്നതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇനി എല്ലാ സമൃദ്ധിയോടെ മക്കളും ജോലിക്കാരായി എല്ലാ സമൃദ്ധിയോടെ ഇരിക്കുന്ന ഒരു പാസ്റ്ററിനോ അച്ഛനോ ഒന്നും കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ടുപോയി അവരുടെ കാൽച്ചുവട്ടിൽ വെച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരും, പുതിയ നിയമത്തിൽ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, എന്താണ്, വചനം പഠിപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന്. അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരാ? അത് പൗലോസ് പറഞ്ഞു വെച്ചത്. എന്തിനു വേണ്ടിയിട്ട് അത് പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ, അവർ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ തൻ്റെ സമയം ചിലവഴിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ചർച്ചിൽ വചനപ്രസംഗം നടത്തുന്നതിനെയാണോ വചനം പഠിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ല. ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ലേ? പൗലോസൊക്കെ അങ്ങനെയായിരുന്നു. അല്ലേ? ഒരു ഗുരു, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയി അവരവരുടെ വീട്ടിൽ പോയിരുന്ന ഗുരുകുല വിദ്യാഭ്യാസം, അല്ലേ? നമ്മൾ പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസം, അതായത് ഗുരുവിൻ്റെ വീട്ടിൽ പോയി നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം തന്നെയായിരുന്നു അന്ന് പണ്ടുകാലത്ത് ഇസ്രയേലിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പൗലോസ് പറഞ്ഞത്, എന്താണ്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അത് ഇന്നും നമ്മൾ കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഉണ്ടെങ്കിൽ അതായത് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന ആൾ അതിന് അർഹനാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ അവൾ ബാംഗ്ലൂർ എന്ന പട്ടണത്തിലാണ്. അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ അവർക്ക് അറിയുന്ന ഒരു വലിയ പാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ പാസ്റ്ററിന് BMW കാറാണ്. അപ്പോൾ വലിയൊരു കാറാണ്. അപ്പോൾ ഇദ്ദേഹം ആ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് സുവിശേഷ വേലയിൽ നിന്ന് മേടിച്ച കാറാണ്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം ഈ വലിയ കാറിനകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് പാവപ്പെട്ട വിശ്വാസികളെ ആരെയോ കാണുമ്പോൾ ഒരു ലിഫ്റ്റൊന്നും ഇദ്ദേഹം കൊടുക്കത്തുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയുമ്പോൾ, ഇദ്ദേഹത്തിന് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ BMW കാറിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ഈ പുള്ളിയുടെ കയ്യിലില്ല. അപ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ കൊടുത്ത് സഹായിക്കേണ്ടി വന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഓർക്കുക, ദൈവം തരുന്ന നന്മയാണെങ്കിൽ എന്താണ്, അത് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാനുള്ളതും കൂടെ ദൈവം ഒരുക്കി തരും. അപ്പോൾ ദൈവം തരാതെ നമ്മളുടെ ആർഭാടത്തിന് വേണ്ടി നമ്മൾ പലതും വാങ്ങി കൂട്ടുമ്പോഴാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, പലതും നമ്മൾ വാങ്ങി കൂട്ടുമ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. ടോപ്പിക്ക് എന്താണ്? ദൈവം നമ്മൾക്ക് തരുന്നതല്ലേ, ദൈവം നമ്മൾക്ക് തരുന്ന ആരോഗ്യമാകട്ടെ, നമ്മൾക്ക് തരുന്ന സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മൾ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തന്നെ നമ്മൾ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കരുതെന്നല്ല, അർഹതപ്പെട്ടവർക്ക്, അല്ലേ? ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അർഹതയുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. അല്ലാതെ അവിടെയും ഇവിടെയും കൊല ചെയ്തിട്ട് അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിച്ചിട്ട് നടക്കുന്നവന് അവരെ ഇറക്കിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ നമ്മൾ കൊടുക്കരുത്. കാരണം എന്താണ്? നമ്മൾക്ക് ആരോഗ്യം തരുന്നത് ദൈവമാണ്. നമ്മൾക്ക് സമ്പത്ത് തരുന്നത് ദൈവമാണ്. സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവ് തരുന്നത് ദൈവമാണ്. അപ്പോൾ ആ ദൈവം തരുന്ന പൈസ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രം നമ്മൾ ചിലവഴിച്ചില്ല എങ്കിൽ അത് വലിയ കുരുക്കിലോട്ട് പോകും. ഇപ്പോൾ ഈ പാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, പുള്ളിക്ക് BMW മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് പൈസ, അല്ലേ, അത്രയും മേടിച്ച സമയത്ത് അതിൻ്റെ കുറച്ച് പൈസ അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹത്തിന് ഇന്ന് പെട്രോൾ അടിക്കാൻ വേറെ ആളുടെ മുൻപിൽ കരം നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരത്തുണ്ടായിരുന്നില്ല. കുറച്ച് കുറഞ്ഞ കാർ മേടിച്ചാൽ മതിയായിരുന്നു, അല്ലേ? പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഓർക്കുക, നമ്മൾ എന്താണ്
എന്താണ് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ മേടിക്കുമ്പോഴും ഒക്കെ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മാത്രം നോക്കി ചെയ്താൽ മാത്രമേ അതിനകത്ത് അനുഗ്രഹം ഉണ്ടാകൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. കാരണം ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കുക, അവിടെയും ഇവിടെയൊക്കെ കുറേ പോസ്റ്റുകളും അല്ലേ, സോഷ്യൽ മീഡിയ എടുത്താൽ കുറേ പോസ്റ്റുകൾ, അവർക്ക് സഹായം ഇവർക്ക് സഹായം, സഹായിക്കണം, സഹായം അർഹതയുള്ളവർക്ക് നമ്മൾ സഹായിക്കുക തന്നെ വേണം. അതിനകത്ത് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആരുമാകട്ടെ അവരെ നമ്മളെ സഹായിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങളല്ലേ, കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ, എന്താ പറയുക, റോഡ് സൈഡുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അതിന് പകരം എന്താണ്, കൊല നടത്തിയിട്ട് വല്ലോ രാജ്യത്തും പോയിട്ടും അവിടെയുള്ളവരെ കൊല നടത്തിയിട്ട് അവന്മാരെയും അവളുമാരെയും ഒക്കെ ഇറക്കിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു രൂപ പോലും അതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനാണ് ദൈവം നമ്മൾക്ക് തരുന്ന വിവേകം. വേണ്ടുന്ന വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാകുക. ഫൈനലി ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? ദൈവത്തോട് ചോദിച്ച് നമ്മൾ കൊടുക്കുക. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.